ഹലോ എവ്രി വൺ. 3 ഡേയ്സ് പട്ടായയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബാങ്കോക്കിലേക്ക് ഹെഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ബാങ്കോക്കിൽ എത്തി. ബാങ്കോക്ക് ഒരു 10 o'clock ഒക്കെ ആയി ഞങ്ങൾ റീച്ച് ചെയ്തപ്പോൾ. നെക്സ്റ്റ് ഡേ ബാങ്കോക്കിൻ്റെ ടൂറായിരുന്നു. ഹോട്ടൽ റീച്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ. ആക്ച്വലി നല്ല ക്യൂട്ട് റൂമായിരുന്നു. ഞങ്ങളൊരു നൈറ്റൊക്കെ ആയപ്പോൾ ആണ് എത്തിയത്. ഒരു 10:30 ഒക്കെ ആയി ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ ഞങ്ങൾ റീച്ച് ചെയ്തു. ഇതാണ് ചെറിയൊരു റൂമാണ്. നല്ല ക്യൂട്ടായ റൂമാണ്. സ്മോൾ ബാൽക്കണിയൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസുമാണ്. Next morning we went for the complimentary breakfast that the hotel was providing, and it was really good breakfast. Actually they had many options like Asian cuisine and continental cuisine also. Though Indian cuisine was not there, but the food that they were serving was really good. ഇതാണ് ആക്ച്വലി ഹോട്ടലിൻ്റെ ഒരു ഇൻറ്റീരിയർ. ആക്ച്വലി നല്ലൊരു എസ്തെറ്റിക് ഇൻറ്റീരിയേഴ്സ് തന്നെയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു ഹോട്ടലാണിത്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സും നല്ല രസമായിരുന്നു. നമ്മൾ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റാ ഫോട്ടോസൊക്കെ ഇടാൻ പറ്റിയ സ്പോട്ട്സ് തന്നെയായിരുന്നു. And this hotel was situated just near the banks of the river. The view was amazing, the atmosphere was amazing, and the vibe was really good. And having a splendid breakfast, by morning itself we checked out from the hotel, and they provided us a buggy so that we can reach the reception. And this is actually the interiors of the hotel. ഇത് ഭയങ്കര നല്ല രസമുള്ളൊരു ഹോട്ടലാണ്. ഇതാണ് ഹോട്ടലിൻ്റെ എൻട്രൻസ്. ഈ ഹോട്ടലിൻ്റെ പേര് അവേ ബാങ്കോക്ക് റിവർ സൈഡ് കെയിൻ. അതാണ് ഹോട്ടലിൻ്റെ പേര്. നിങ്ങൾ എപ്പോഴെങ്കിലും ബാങ്കോക്കിൽ വരുമ്പോൾ ഡു ചെക്ക് ഔട്ട് ദിസ് ഹോട്ടൽ. ആക്ച്വലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, നല്ല സീനറിയാണ്. ദ റിവർ സൈഡ് ഓഫ് ബാങ്കോക്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ഒരു ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്കിൽ വിസിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഭയങ്കര ഫേമസ് ടൂറിസ്റ്റ് ലൊക്കേഷനായ ദി ഏൻഷ്യൻറ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്കാണ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ആക്ച്വലി ഇതൊരു 45 minutes ഡ്രൈവ് ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബാങ്കോക്ക് സിറ്റി വ്യൂ ചെയ്തിട്ട് ഞങ്ങൾ ഏൻഷ്യൻ സിറ്റിയിലേക്കാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. Welcome to the ancient city in Bangkok. And if we want to explore the entire country in just one day, this is the perfect destination. The ancient city Bangkokinde Munang Boran ennu parna sthalathaanu, and this is the largest open air museum in the world. It is spread across nearly some 200 acres. And the commute facility that they are providing to see the museum is just awesome by providing all the trams and buggies. This park features over 100 replicas of country's most iconic temples, places and historical marks. ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ തായ്ലൻഡിലത്തെ ഒരു നിയർലി 120 ഐക്കോണിക് പ്ലേസസ് ഫുള്ളി ഇതിൻ്റെ ഉള്ളിൽ അവർ റെപ്ലിക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഫേമസ് ആയ ആക്ച്വലി ദ ഗ്രാൻഡ് പാലസ് റെപ്ലിക്ക, ദി ഏൻഷ്യൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതേപോലെ റിക്ലൈനിങ് ബുദ്ധ ഓഫ് വട്ട് പ്രാനോൺ ആൻഡ് ഓൾസോ പ്രശാന്ത് പ്രഹ വിഹാൻ ടെമ്പിൾ. അങ്ങനത്തെ ഒരു കുറേ ഫേമസ് ആയ ടെമ്പിൾസ് ആൻഡ് പ്ലേസസ് ആൻഡ് ഐക്കോണിക് സ്കൾപ്ചേഴ്സ് എല്ലാം ഈ ഒരു 200 ഏക്കേഴ്സിൽ അവർ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. This place is so beautiful and it is very well maintained. ഞങ്ങൾ ട്രാം സർവീസാണ് ബുക്ക് ചെയ്തത്. അത് കാരണം കൊണ്ട് ഇവർ മേജറായ ഒരു 5-6 ലൊക്കേഷൻസാണ് നമുക്ക് സ്റ്റോപ്പായിട്ട് തരുന്നത് ഫോർ ക്ലിക്കിംഗ് ദ ഫോട്ടോസ്. ബാക്കി നമുക്ക് ആ പാർക്ക് ഫുൾ അവർ ട്രാമ്പിൽ നമുക്ക് കറങ്ങി കാണിക്കും. പക്ഷേ ഫോട്ടോസും പിക്ചർ സ്റ്റോപ്പിന് വേണ്ടി ഒരു 6 to 7 ലൊക്കേഷൻസ് മാത്രമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മ്യൂസിയം ചുറ്റിക്കറങ്ങാനായിട്ട് നമുക്ക് ട്രാം അല്ലാതെ വേറൊരു സർവീസ് എന്ന് പറയുന്നത് സെൽഫ് ഡ്രൈവ് ഗോൾഫ് വെഹിക്കിൾസാണ്, ഓർ സൈക്ലിങ്ങും ഉണ്ട്, ഒരു ഓപ്ഷനുണ്ട്. കുറേ പേര് ആ ഓപ്ഷൻസും സെലക്ട് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഇവിടെ കുറേ ലൊക്കേഷൻസ് ആക്ച്വലി ഞങ്ങൾ പാസ് ബൈ ചെയ്തിട്ടാണ് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 5-6 ലൊക്കേഷൻസിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്റ്റോപ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ഇതേപോലെ സ്ലോ ഡ്രൈവ് ചെയ്തിട്ട് പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഈ ഒരു മ്യൂസിയം ആക്ച്വലി ഒരു 1 ഡേ ടൂർ തന്നെയാണ്. മോർണിംഗ് വന്നിട്ട് ഞങ്ങൾ ഒരു 5 o'clock ഒക്കെ ആയി ഇവിടെ ഈ ഫുൾ ഒരു മ്യൂസിയം കറങ്ങി എത്താനായിട്ട് തന്നെ. And here comes the famous Instagrammable place and the famous picture spot which is known as the Pavilion of the Enlightened in the ancient city. ദി ഏൻഷ്യൻറ്റ് സിറ്റി ബാങ്കോക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ പിക്ചറായിരിക്കും നമ്മൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റണത് എല്ലാ സ്ഥലത്തും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ ഓർ ഇൻസ്റ്റഗ്രാം, ബിക്കോസ് ദിസ് ഈസ് ദ ഫേമസ് പിക്ചർ സ്പോട്ട് and it is so beautiful. It is like some golden temple we are seeing in front of us. Save the best for the last എന്ന് പറഞ്ഞ പോലെ this was the last place where the tram took us. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ ചെയ്തു ഞങ്ങളുടെ ഫസ്റ്റ് എൻട്രൻസിൻ്റെ പ്ലേസിലേക്ക്. അങ്ങനെ ബാങ്കോക്കിൻ്റെ ഏറ്റവും ഫേമസ് ആയ മെയിൻ 2 ഡിഷസാണ് മാംഗോ സ്റ്റിക്കി റൈസ് ആൻഡ് ഓൾസോ ദി ബബിൾ ടീ. ഈ 2 സാധനം എന്തായാലും ബാങ്കോക്ക് വന്ന് ടേസ്റ്റ് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുക. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ സെയിം ഡേ നൈറ്റ് 11 o'clock ഞങ്ങളുടെ ഫ്ലൈറ്റ്. ഞങ്ങളൊരു 8 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ റീച്ച് ചെയ്തു. ഞങ്ങൾ ബാങ്കോക്ക് ടൂർ ഭയങ്കര അടിപൊളി ടൂറായിരുന്നു. ഞങ്ങൾ ബാങ്കോക്ക് ആക്ച്വലി 1 ഡേ മാത്രമേ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ, പക്ഷേ ഇറ്റ് വാസ് റിയലി വർത്ത് ഇറ്റ്. And here we finally, after the awesome 4 days in Pattaya and Bangkok, we reached Kochi.